നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ എന്നെ കുഴയിലെഴുതി നീ തന്നെ എന്നെ രക്ഷിക്കുകയും ചെയ്തു. താങ്ക്സ്. You are such a true friend. നിന്നെ എന്നും ഞാൻ വിശ്വസിക്കും. ശ്രീദേവി, വല്യച്ഛ, പട്ടാപ്പകലിലും ഇരുട്ടാണല്ലോ നിമിത്തം. എന്താ ഇപ്പോ ഇവിടെ? ആരാ? മനസ്സിലായില്ല. ആരെ കാണാനാ? ഇവിടെ താമസിക്കുന്ന ഒരു കുട്ടിയെ കാണാൻ വന്നതാ. ആ കുട്ടിയുടെ രക്ഷകർത്താക്കളാ ഞങ്ങൾ. വരൂ, മാഡത്തെ കാണാം. അവിടെ ഓഫീസ്. തിരുമേനി ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഒരു ദേവപ്രശ്നത്തിന് പോകുന്ന വഴിയാ. അവിടെ എത്തുന്നതിന് മുമ്പ് ഇവിടെ എത്തണമെന്നൊരു തോന്നലുണ്ടായി. അതാ ഇങ്ങോട്ട് പോന്നത്. വൃന്ദമോളെ ഇങ്ങോട്ട് അയച്ച ശേഷം വല്യച്ഛന് ആദ്യ ഊണിലും ഉറക്കത്തിലും വൃന്ദമോളെ പറ്റി തന്നെ ചിന്ത. വൃന്ദയെ താമസത്തിനായി അയച്ചിരിക്കുന്നത് ഈ ഹോസ്റ്റലിലേക്കല്ലേ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കൊടുക്കുന്ന എല്ലാ കരുതലും സ്നേഹവും ഇവിടെ ഞാൻ അവൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വൃന്ദ മാത്രമല്ല, ഈ ഹോസ്റ്റലിലെ എല്ലാ കുട്ടികളും എന്റെ മക്കളാ. ഇപ്പോഴാ സമാധാനായത്. വല്യച്ഛന് ഇപ്പൊ വിശ്വാസായില്ലേ? ഞങ്ങളുടെ മനയിലെ മണിനാഥമാണ് വൃന്ദമോൾ. അതവിടെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാതാവുമ്പോ മനസ്സിനുണ്ടാവുന്ന ഒരു ശൂന്യത. അതാദ്യമൊന്നുമല്ല. അവളിവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാനുള്ളൊരാഗ്രഹം. ഇവിടെ വൃന്ദയ്ക്ക് ഒരു പ്രശ്നവുമില്ല തിരുമേനി. അവള് നല്ല സന്തോഷത്തോടെ അവിടെ ജീവിക്കുന്നത്. വൃന്ദയുടെ ഓപ്പോൾ എന്ന് വിളിച്ചപ്പോഴും ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഇങ്ങോട്ടുള്ള യാത്രക്കിടയിലാണോ വിളിച്ചത്? ഞാൻ മേഡത്തെ വിളിച്ചില്ലല്ലോ. മാഡത്തിന് ആള് മാറിയതായിരിക്കും. ശരിയായിരിക്കും. പല കുട്ടികളുടെയും ഗാർഡിയൻസ് വിളിക്കാറുണ്ടല്ലോ. മാറിപ്പോയതായിരിക്കും. വൃന്ദയുടെ ഓപ്പോളാണെന്നും പറഞ്ഞ് എന്നെ വിളിച്ചതാരാ? മാഡം, വൃന്ദമോളെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? അവൾക്ക് കൊടുക്കാനായി മനയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം വണ്ടിയിലിരിക്കുക. അവളെ ഒന്ന് വിളിക്കാമോ? വൃന്ദമോള് രാവിലെ അമ്പലത്തിൽ പോകുന്നു പറഞ്ഞിരുന്നു. പോയിട്ട് എത്തിയോ? ഞങ്ങള് ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. എത്തിയിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ തന്നെ വൃന്ദയെ വിളിപ്പിക്കാം. മന്ദാകിനി, വൃന്ദയോട് ഓഫീസിലേക്ക് വരാൻ പറയൂ. വൃന്ദയോ? ആരും റൂമിലില്ല മാഡം. ആ കുട്ടി രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ബാക്കി 4 പുറത്തു പോയിട്ട് എവിടെയെന്ന് എനിക്കറിയില്ല മാഡം. രാത്രി 9 മണിക്ക് മുൻപായി ഇവിടെ കയറിയാൽ മതിയല്ലോ. അതുകൊണ്ട് അവർ എവിടെയെങ്കിലും കറങ്ങിയടിച്ച് നടക്കായിരിക്കും. ശരി, അവള് വരുമ്പോ എന്നൊന്ന് അറിയിക്കേ.
വൃന്ദ മോള് ഇപ്പൊ ഇങ്ങോട്ട് വരുവോ? അത് ബൃന്ദയും ഫ്രണ്ട്സും പുറത്തു പോയിരിക്കുക. ഉടനെ വരും. അവൾ അമ്പലത്തിൽ പോയിട്ട് വന്ന ശേഷമാണോ പുറത്തു പോയത്? വൃന്ദ മോളെ എത്ര നേരമായി ഫോണിൽ വിളിക്കുന്നു, ഫോണിലും കിട്ടുന്നില്ല. പിള്ളേര് ഇടയ്ക്കിടയ്ക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. അതുകൊണ്ടായിരിക്കും കിട്ടാത്തത്. അല്ലെങ്കിൽ വല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും. അങ്ങനെയോ ആവാം. വൃന്ദ മോള് ഉടനെ എത്തുമായിരിക്കുമല്ലേ? ആ, എത്തും. വൃന്ദയും ഫ്രണ്ട്സും ഉടനെ എത്തും. തിരുമേനിയും ഓപ്പോളും ഗസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്തോളും. വൃന്ദ എത്തിയാൽ അങ്ങോട്ട് പറഞ്ഞേക്കാം. പുറത്ത് സെക്യൂരിറ്റി ഉണ്ട്. അമ്പിളി ഗസ്റ്റ് റൂമിലാക്കും. ഓ, എന്നാൽ അങ്ങനെ ആവട്ടെ. അതെ മാഡം, ദേവപ്രശ്നത്തിന് പോകാനുള്ളതാണേ. അവിടെ വൈകാൻ പാടില്ലല്ലോ. ഇല്ല, വൈകില്ല. കുട്ടികൾ ഉടനെ എത്തും. ശ്രീദേവി വരിക. ശരി മാഡം. അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞു പോയവൾ ഇതുവരെ വന്നിട്ടില്ല. അതിന് പിന്നാലെ പോയവളുമാരെയും കാണുന്നില്ലല്ലോ. അവര് വരാൻ ലേറ്റായ വൃന്ദയുടെ ഗാർഡിയൻസിനോട് ഞാൻ എന്തു പറയും? ആ പിള്ളേര് എനിക്ക് പിന്നെയും പണി ഉണ്ടാക്കുകയാണല്ലോ.